ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. കട്ടയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഒരു വന്ദേ ഭാരത് യാത്ര ഉണ്ട്. 2-3 ഫേമസ് പാലങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഇതാണ് കത്ര റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ട്രെയിന് ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സ്റ്റേഷനാണിത്. ഇവിടെ നിന്നാണ് ശ്രീനഗറിലേക്ക് വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിവസം 2 ഉണ്ട്, രാവിലെ ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷമുണ്ട്. ഇതാണ് ഈ സ്റ്റേഷൻ. ഇവിടെ ഒരു വലിയൊരു വൈഷ്ണവദേവി ക്ഷേത്രമുണ്ട്. ഇവിടുന്ന് കുറേ പോകണം, കുറച്ച് മല കയറി പോകണം. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് സ്റ്റേഷനാണ് ഈ സ്റ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കണ്ടോളി നിങ്ങൾ. ഈ 2 സൈഡിലും റാമ്പാണ്. ഇവിടെ ഇങ്ങനെ റാമ്പുണ്ട്, അങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ റാമ്പുണ്ട്. അങ്ങനെ റാമ്പ് വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലാണ് പിന്നെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങ് ദൂരെ കോട മൂടി നിൽക്കുന്നുണ്ടല്ലോ ഒരു ഭാഗത്ത്. ഞാനിപ്പോൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ക്യൂ നിൽക്കുന്നുണ്ടല്ലേ. ഇവിടെ ഒരു സ്പെഷ്യൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വന്ദേ ഭാരതിന് പോകാൻ ഇവിടെ ക്യൂ നിന്നിട്ട് ഈ ക്യൂവിൽ കൂടി നമ്മുടെ ബാഗേജ് കംപ്ലീറ്റ് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ടുള്ളൂ നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് പോകാൻ പറ്റുക. അപ്പോൾ ഏകദേശം യാത്ര ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പാണ് ഇത് തുറക്കുക. അപ്പോൾ കംപ്ലീറ്റ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. രാവിലെ 8 മണിക്കും ഒന്നുള്ളത്, പിന്നെ ഉച്ചക്ക് 2:55 ഒന്നുള്ളത്. അപ്പോൾ ഇത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണുള്ളത്. അതിന് സ്പെഷ്യൽ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് പോകാൻ ഉള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. വേറെ ഒരു ട്രെയിനും ഒന്നിൽ വരില്ല. ഈ ഒരു വന്ദേ ഭാരത് മാത്രം പോകലും വരലും മാത്രം ഒന്നിലാണ്. അപ്പോൾ അതിലേക്കുള്ള ഡോറ് സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഇരുമ്പിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നല്ലോണം ബന്തോസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന ഭാഗം. അപ്പോൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആ ഒരു ഭാഗമാണ്. ഇതിലേക്കൂടി റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്റർ ഇറങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകണം. ഇത് നേരെ പോകുന്നത് മറ്റുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ്. കാരണം വന്ദേ ഭാരതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് 1ാമത്തെ പ്ലാറ്റ്ഫോം വന്ദേ ഭാരതിന് മാത്രം ആക്കി വെച്ചിട്ടുള്ളതാണ്. അല്ലാതെ വേറൊരു ട്രെയിനും ഒന്നിൽ വരില്ല. ഈ 2 ട്രെയിനിന് വേണ്ടി മാത്രം. അപ്പം അതിലേക്ക് ഇറങ്ങാനുള്ള എസ്കലേറ്ററാണിത്. ഇതിലൂടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങാം. പിന്നെ റാമ്പ് ഉണ്ട്, അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാനിവിടെ താഴത്തെത്തിക്കുന്നത്. ഇതാണ് എസ്കലേറ്റർ. വന്ദേ ഭാരത് വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ, കണ്ടില്ലേ? ഇതാണ് ആ എസ്കലേറ്റർ. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന ഭാഗമാണിത്. ഇത് അപ്പുറത്തെ പ്ലാറ്റ്ഫോം 2, 3, 4 ഭാഗങ്ങളാണ്. ഇവിടെയാണ് നമ്മളുടെ വന്ദേ ഭാരത് വന്ന് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ ഇവിടുത്തെ വന്ദേ ഭാരതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഇങ്ങനെ ഒരു കാലാവസ്ഥ കുറച്ച് ഇരുട്ട് മോഡലായിട്ടുള്ളതാണ്. ഇതിൽ പിന്നെ 2 തരം ക്ലാസ് ഉള്ളത്. ഒന്ന് സാധാ ക്ലാസ്, പിന്നൊന്ന് എക്സിക്യൂട്ടീവ് ക്ലാസ്. സാധാ ക്ലാസ്സിന് 720 രൂപയാണ് ചാർജ്. ഇത് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെയാണ്. C4, C1, C2. മറ്റേത് എക്സിക്യൂട്ടീവ് ക്ലാസ്സിന് E1 എന്നാണ് ഉണ്ടാകുക. ഇത് നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദി സാഹിബ് ഉദ്ഘാടനം ചെയ്ത അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിനി ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പരിപാടി ഉണ്ട്. ബാക്കി നമുക്ക് ഇനി ഇതിൻ്റെ അകത്തെ കാഴ്ചകളും മറ്റൊക്കെ ആയിട്ട് നമുക്കിനി കാണാം. ഇത് 2 ഭാഗത്തും ഇതിൻ്റെ എൻജിനുണ്ട്. ഫ്രണ്ടിലുണ്ട്, ബാക്കിലുണ്ട്. ഈ ഒരു ഭാഗത്തുണ്ട്, ഇതിൻ്റെ മറുഭാഗത്തുമുണ്ട്. 2 ഭാഗത്തും ഇതിൻ്റെ എൻജിനും ഉണ്ട്, ലോക്കോ പൈലറ്റുമാരും ഉണ്ട്. അപ്പം നമ്മൾ ശ്രീനഗറിലേക്കാണ് പോകുന്നത്. കട്ടയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഏകദേശം ഒരു 200 കിലോമീറ്ററോളം ദൂരമുണ്ട്. 2:55 നമ്മളെ ട്രെയിൻ പുറപ്പെടുക. ഏകദേശം ഒരു 3 മണിക്കൂറിനുള്ളിലായിട്ട് അവിടെ എത്തും. അപ്പോൾ ഇതാണ് 1ാമത്തെ പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത് പോകുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പുള്ളും ഇത് തുറക്കുക, ഡോറ് തുറക്കുക. അതിൻ്റെ മുമ്പ് തുറക്കില്ല. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ വന്ന് നിൽക്കണം. ഇവിടുത്തെ സ്റ്റേഷൻ്റെ എൻഡ് ഭാഗമാണ്.
ഞാൻ എല്ലാ സ്റ്റേഷൻ്റെയും പിന്നെ ബോർഡുള്ള ഭാഗത്ത് ഞാനൊന്ന് പോയിട്ടൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കും. ഇതൊന്നാമത്തെ പ്ലാറ്റ്ഫോം. വേറെ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. വളരെ പിന്നെ സുഖമാണ് കയറാൻ. കംപ്ലീറ്റ് കണക്ഷൻ ഉണ്ട്. ഏറ്റവും ആദ്യം മുതൽ അവസാനം വരെ ഭാഗത്തേക്ക് കണക്ഷൻ ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കയറാനുള്ള കോണി കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ റെസ്റ്റ് റൂമിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഉള്ള ഇരിക്കാനുള്ള ഈ വാതിലൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നു ഇപ്പോൾ എസ്കലേറ്ററിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മളുടെ ഡോറ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാവരും ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ കോച്ച് നമ്പർ ഉണ്ടാകും. അപ്പോൾ ആ കോച്ച് നമ്പറിൻ്റെ പരിസരത്ത് നമ്മൾ നിന്നാൽ മതി. അപ്പോൾ തുറന്ന ഉടനെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് കയറാം. ബ്ലാക്ക് കാറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ പട്ടാളക്കാരാണ്. അപ്പോൾ ഡോറ് തുറന്നിട്ടുണ്ട്. അപ്പം ഇനി ഞാനും ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ബാക്കിയും നമുക്ക് അകത്ത കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. ഒരു ഭാഗത്ത് 2 സീറ്റും മറ്റേ ഭാഗത്ത് 3 സീറ്റും അങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ഉള്ളത്. വിൻഡോ സീറ്റ് ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വിൻഡോ സീറ്റ് വേണേൽ ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ലഗേജ് വെക്കുന്ന ഭാഗങ്ങളാണ്. പിന്നെ അതിന് പുറമെ ഈ ഡോറിൻ്റെ ആ ഭാഗത്തും വലിയ പേട്ടയൊക്കെ വെക്കാനുള്ള സൗകര്യം അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു TV സ്ക്രീൻ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് 3 സീറ്റും മറുഭാഗത്ത് 2 സീറ്റും. വന്ന ഉടനെ തന്നെ വെള്ളം ഒരു കുപ്പി ഫ്രീ ഉണ്ട്. വലിയൊരു കുപ്പി വെള്ളം എല്ലാവർക്കും ഫ്രീ ആയി കിട്ടും. മഴ പെയ്തിട്ട് ഗ്ലാസുമലൊക്കെ ഒരു വെള്ളത്തുള്ളികൾ നിൽക്കുന്നുണ്ട്. അപ്പം അത്ര വലിയ ക്ലിയർ ഉണ്ടാവില്ല വീഡിയോ. ഞാനൊരു ബാഗിൻ്റെ താഴെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. നമുക്ക് ബാക്കി ഇപ്പോൾ ട്രെയിന് പുറപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ ഭാഗം. ഒരുപാട് ടണലുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ ടണലുകൾ ഒരു 10-30ഓളം ടണലുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ടണലുണ്ട് 12.77 കിലോമീറ്ററിലെ വേറൊരു വലിയ ടണലുണ്ട്. പിന്നെ 2 വലിയ പ്രധാനപ്പെട്ട പാലങ്ങളുണ്ട്. അപ്പം അതൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോകാം. ഇത് ഇനി നിർത്തൽ പിന്നെ ബനിഹാൾ എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പുണ്ട്. അവിടെയാണ് ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീനഗർ. അങ്ങനെ 2 സ്റ്റോപ്പാണ് ആകെ ഉള്ളത്. ഇവിടുന്ന് പുറപ്പെട്ടാൽ ബനിഹാളും പിന്നെ ശ്രീനഗറും. മഴത്തുള്ളികൾ ആയിട്ട് പുറത്തെ ഭാഗങ്ങൾ അത്ര വലിയ ക്ലിയർ ഇല്ല. കാലാവസ്ഥ അങ്ങനെ ഒരു ലൈറ്റ് ഇല്ലാത്തൊരു കാലാവസ്ഥയാണ്. ഇപ്പം നമ്മൾ ടണലിലൂടെയാണ് പോകുന്നത്. ഇവിടുന്ന് ബനിഹാൾ എത്തുന്നത് വരെ ഒരുപാട് ടണലുകൾ ഉണ്ട് എന്നാ പറഞ്ഞത്. ബനിഹാളിൽ നിന്ന് അങ്ങോട്ടേക്കാണ് പിന്നെ സാധാരണ പിന്നെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാകുന്ന ഭാഗം. അത് നമ്മൾ റോഡ് വഴിക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ബനിഹാൾ വരെ ഒരുപാട് കൊല്ലിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മലൻ്റെ സൈഡിൽ കൂടി പോകണം അങ്ങനെയുള്ളത്. പിന്നെ ബനിഹാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല പ്രദേശമാണ്. അപ്പോൾ സീറ്റിൻ്റെ ബാക്കിൽ നമുക്കൊരു പത്രമൊക്കെ കിട്ടും. ഇവരെ വക ഒരു ഫ്രീ പത്രമുണ്ട്. ഇത് തുറന്നാൽ നമ്മളെ ഭക്ഷണം വെക്കാനും ചായ ഗ്ലാസ് വെള്ളമൊക്കെ വെക്കാനുള്ള സൗകര്യം ഇതുണ്ട്. നമ്മളെ ഫ്ലൈറ്റിൻ്റെ അതേ സിസ്റ്റം തന്നെയാണ്. അത് നമുക്ക് അടച്ചു വെക്കാം. ഇത് നമ്മളെ ചെക്കിങ് TT ചെക്ക് ചെയ്യുക. പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട് ഇതിൽ ചെക്ക് ചെയ്യുന്നവർ. അപ്പോൾ നമ്മളെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിൽ തന്നെ ഇരിക്കുക. ഇതിപ്പോൾ സ്നാക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് സങ്കൽദാൻ സ്റ്റേഷൻ. ഇതുവരെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ബനിഹാൾ വരെയുള്ളതെന്ന്, ശ്രീനഗറിൽ നിന്ന് ബനിഹാൾ വരെയുള്ളതെന്നുണ്ടായിരുന്നു. ഇതാണ് സങ്കൽദാൻ സ്റ്റേഷൻ. ഇപ്പം ഇതുവരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ റെയിൽവേൻ്റെ പിന്നെ സ്റ്റേഷന്. ഈ വന്ദേ ഭാരതിൽ നമുക്ക് പിന്നെ ബാത്റൂമിന്റെ പരിസരത്ത് ഒരു ഡോറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പം ആ സ്റ്റേഷൻ വിട്ടിട്ട് അങ്ങനെ പോവുകയാണ്. ഒരു സ്റ്റേഷൻ കഴിയുമ്പോഴത്തേക്ക് തന്നെ ടണലും കാര്യങ്ങളും ഉണ്ടാവും.
ഇത് ഇവിടുത്തെ ട്രെയിനാണ്, മെമു സർവീസാണ്. ഇത് നേരെ ബാരാമുല്ലയിലേക്ക് പോകും. ഈ ശങ്കൽദാനിൽ നിന്ന് പുറപ്പെട്ട് അത് ബനിഹാൾ എത്തി, പിന്നെ ശ്രീനഗർ എത്തി, പിന്നെ ബാരാമുല്ലയിലേക്ക്. അപ്പം നമ്മളെ ഫുഡ് വരുന്നുണ്ട്, ചായ കൊടുക്കുന്നുണ്ട്. ഞാൻ ചായ പിന്നെ കുടിക്കാറില്ല. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് ബുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ബുക്ക് ചെയ്യാം. അപ്പം ഇതിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ചായപ്പൊടി ഒരു പാക്കറ്റിലുള്ളത്, ഇതൊരു ബന്നാണ്. അപ്പോൾ അത് ഞാൻ തുറക്കുന്നുണ്ട്. ഇതാണ് സാധനം, ചെറിയ കുഞ്ഞിപൂരി. അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടോ സംശയമുണ്ട് കണ്ടിട്ട്. അതിൻ്റെ ഉള്ളിലൊരു മസാല ഉണ്ട്. ചായ കുടിക്കാറില്ല. നമ്മളെ സുഹൃത്താണ്, അദ്ദേഹത്തിന് കൂടി ഇതിൻ്റെ പാക്കറ്റ് ഞാൻ കൊടുത്തേക്കാണ്. അവർ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അവർ ചൂടുവെള്ളം തരും, അതിലേക്ക് അത് മിക്സ് ചെയ്യുക, പിന്നെ അത് ഇളക്കുക. ഒരു കോലൊക്കെ ഉണ്ടാവും, ഇളക്കിയിട്ട് അത് കുടിക്കുക. ഞാൻ ഈ ചായ കാപ്പിയൊന്നും തീരെ ഉപയോഗിക്കാത്ത ആളാണ്. അപ്പോൾ ഇൻ്റെതും കൂടി ഞാൻ എൻ്റെ തൊട്ടടുത്തേക്ക് നമ്മുടെ സുഹൃത്തിന് കൊടുത്തേക്കാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊരി, കടല, ഇങ്ങനെ മധുരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. 10 രൂപേൻ്റെ പാക്കറ്റാണ് തോന്നുന്നത്. അതും കുഴപ്പമില്ല. ഇതാണ് ആ സാധനം. അപ്പം അത് ഞാൻ കഴിക്കാൻ പോവാണ്. കച്ചപ്പുണ്ട്, പിന്നെ ഒരു ഈ സോൺ പപ്പടി ഉണ്ടല്ലോ, സോൺ പപ്പടി പോലത്തെ ഒരു ചെറിയൊരു മൈസൂർ പാക്ക് പോലത്തെ ഒരു മധുരമുള്ളൊരു സാധനം, അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം. ഇതൊരു പെണ്ണുങ്ങളാണ് ചെക്ക് ചെയ്യുന്നത് അവിടെ. കാശ്മീരി ലേഡിയാണ് TT. അപ്പം ഇതാണ് കേബിൾ സ്റ്റഡ് പാലം. അതൊരു പ്രധാനപ്പെട്ട പാലാണ്. ഇത് അനൗൺസിംഗ് ഒക്കെ പറയുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയുന്നുണ്ട്. ചെനാബ് നദിയുടെ പോഷക നദിയായ അഞ്ചി നദിക്ക് കുറുകെയുള്ള ഒരു റെയിൽവേ പാലത്തൂടെയാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ഇതിന്റെ പേര് അഞ്ചി ഘാത് പാലം എന്നാണ് ഇതിന് പറയുക. ഇത് 725.5 മീറ്റർ നീളമുള്ള ഈ പാലത്തിന് 473.25 മീറ്റർ നീളമുള്ള കേബിൾ സ്റ്റഡ് പാലാണിത്. ഇത് ഏകദേശം നദീതടത്തിൽ നിന്ന് 331 മീറ്റർ ഉയരത്തിലാണ് ഇതുള്ളത്. ചെനാബ് റെയിൽ പാലത്തിന് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലവും ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് പാലമാണ് ഈ പാലം. Passengers, we are about to approach the Anji Ghat Bridge, India's first cable-stayed railway bridge. The Anji Ghat Bridge is a marvel of engineering brilliance. It features a single inverted, wide pylon standing 193 meters high, with 331 meters above the riverbed, supported by 96 stay cables. This innovative structure represents a breakthrough in rail infra. Get ready to catch a glimpse of it, as we are soon going to cross it. Structure represents a breakthrough in rail infra. Take in the view as history unfolds right in front of you.
ഇതാണ് ചെനാബ് റെയിൽ പാലം. ഇന്ത്യയിലെ പ്രസിദ്ധമായ, ലോകത്തിലെ തന്നെ പ്രസിദ്ധമായ പാലാണ്. ഈ ചെനാബ് നദിക്ക് കുറുകെ 1 കിലോമീറ്ററും 315 മീറ്റർ നീളത്തിൽ സ്റ്റീല് കോൺക്രീറ്റ് പാലാണ് ഇത്. 530 മീറ്റർ നീളവും 785 മീറ്റർ നീളമുള്ള ഒരു അപ്രോച്ച് പാലവും ഇതിൻ്റെ ഉൾപ്പെടുന്നുണ്ട്. ഇത് പുറമുള്ള കാഴ്ചയാണ്. പിന്നെ ഇത് നദീതടത്തിൽ നിന്ന് 359 മീറ്റർ ഡെക്ക് ഉയരമുള്ള ഒരു കമാന പാലമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലാണിത്. ഇത് നമ്മുടെ ജമ്മു ബാരാമുള്ള റൂട്ടാണിത്. ഇതിൽ കൗരി ബക്കൽ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മൾ ഈഫൽ ടവറിനെക്കാട്ടും ഹൈറ്റ് ഉണ്ട് എന്നിട്ടുള്ളൊരിതാണ്. ഇതൊരു ഈഫൽ ഒരു സ്റ്റാൻഡാണ്, മറ്റേത് വേറൊരു സ്റ്റാൻഡാണ്. ഇതിങ്ങനെ സൈഡിലൂടെയുള്ള പോകുമ്പോഴുള്ളൊരു കാഴ്ചകളും കാണാൻ പറ്റുക. കാരണം ഇതങ്ങനെയാണ്. കാരണം ഇവിടെ നിർത്തൊന്നുമില്ല, ഇവിടെ സ്റ്റോപ്പോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതാണ് ചെനാബ് റെയിൽ പാലം എന്നുള്ള പാലം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1 കിലോമീറ്ററും 315 മീറ്റർ നീളത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇത് മറ്റേ ഇന്ത്യയിലൊരു ഫേമസ് തന്നെയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം എന്ന് പറയും, അതാണ് ഇത്. അപ്പൊ ഇത് ഈ പിന്നെ കട്ര ശ്രീനഗർ റൂട്ടിലെ ഏറ്റവും ദുർഘടം പിടിച്ച ഭാഗങ്ങളുള്ള ഭാഗത്ത് ഈ ഒരു പാലം പണിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണി തന്നെയായിരുന്നു. കാരണം അത്രയും നീളത്തില് ഒരു ആർച്ച് മോഡലുള്ള ഒരു പാലം. जिसकी ऊंचाई 359 मीटर है। यह पेरिस के प्रसिद्ध एफिल टावर से भी ऊंचा है। यह अद्वितीय ब्रिज न केवल अपनी ऊंचाई के लिए जाना जाता है, बल्कि यह 266 किलोमीटर इसका डिजाइन जोन 5 स्तर के झेलने में सक्षम है, जो इसकी मजबूती और सुरक्षा का प्रमाण है। चिनाब ब्रिज केवल इंजीनियरिंग की मिसाल नहीं है, बल्कि यह नए भारत की प्रगति और सामर्थ्य का भी प्रतीक है। Ladies and gentlemen, we are now on bridge, the Chenab Bridge. At 359 meters above the riverbed, it's taller than the Eiffel Tower and spans 1,315 meters. This robust structure can withstand extreme seismic and weather conditions, ensuring your safe journey. Enjoy this historic moment. അപ്പോൾ ഏകദേശം ഈ അവിടുന്ന് വിട്ടിട്ട് പുറത്തേക്ക് കടക്കാൻ അയക്കുന്നത്. ഇത് കടന്ന ഉടനെ അവിടെ ടണലും കാര്യങ്ങളും തന്നെയാണ്. ഇഷ്ടംപോലെ ടണലുകൾ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ടണൽ കംപ്ലീറ്റ് ഇരുട്ടായിരിക്കും ഉണ്ടാവുക. ഈ കട്ര ശ്രീനഗർ റൂട്ടിൽ കാര്യമായിട്ടുള്ളത് കൂടുതലും ടണലുകളാണുള്ളത്. വലിയൊരു ടണലുണ്ട്, 10.2 കിലോമീറ്ററിലെ ടണൽ, മല തുറന്നിട്ടുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ 2 മെയിൻ പാലങ്ങളാണ് പിന്നെ ഉള്ളത്. ഇതൊക്കെ ഇപ്പൊ ടണലിനോട് കൂടി കടന്നിപ്പോ പുറത്ത് കിടന്നാണ്. സുജിത് ഭക്തന്റെ വീഡിയോ
कह रहा है जो घाटी है सारा कुछ മഞ്ഞ് പെയ്യുന്നേ നീറ്റാണ് जितना ज़्यादा लोग रहेंगे आते वक्त वही बंदा जानता है गाँव जो है दरबारी साहब നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ അടിയിൽ മറ്റേ USB പ്ലഗ് ഉണ്ട്, പിന്നെ സാധാരണ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള അതും ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ഇത് വേറൊരു ടണലാണ്, 10.2 കിലോമീറ്ററുള്ള റെയിൽവേ ടണല്. പിന്നെ 9.2 കിലോമീറ്ററുള്ള റോഡ് ടണൽ ഉണ്ട്, അത് ഡോക്ടർ ശ്യാം പ്രസാദ്. ഇത് ഓൺലി റെയിൽവേക്ക് വേണ്ടി മാത്രമുള്ളൊരു ടണലാണിത്. कृपया अपना सारा सामान अपने साथ ले जाना न भूलें। यहाँ पे अच्छा बैठने वाले तो नहीं जरूर उसके आ रही वो नहीं कह रहे नीचे जा रहे हैं। ഇപ്പൊ നമ്മളെ ട്രെയിന് ബനിഹാളിന്റെ പരിസരത്ത് എത്തിക്കുന്നത്. ബനിഹാളിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ബാരാമുല്ലയിൽ നിന്ന് ബനിഹാളിലേക്ക് കുറെ മുമ്പ് തന്നെ ട്രെയിൻ സർവീസ് ഉണ്ട്. ഈ ബനിഹാൾ ഇറങ്ങി വന്നിട്ട് പിന്നെ ഇവിടുന്ന് ബൈ ടാക്സിക്ക് നമുക്ക് ജമ്മുവിലേക്കോ അല്ലെങ്കിൽ ഉധംപൂരിലേക്കോ ഖത്രയിലേക്കൊക്കെ പോവാം. ഇപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഈ ബനിഹാൾ സ്റ്റേഷനിൽ ഈ വന്ദേ ഭാരത് നിർത്തും. ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് ആള് കയറാനും ആളിറങ്ങാനുണ്ട്. ഇവിടെ ബനിഹാളിന്റെ പ്രത്യേകത ഇവിടെ പെഹൽഗാമിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാനുള്ളതിനൊക്കെ ഇവിടെ ബനിഹാളിൽ ഇറങ്ങാണ് ഏറ്റവും ഉത്തമം. റോഡ് ലെവലിൽ നിന്നും പിന്നെ ഒരുപാട് ഉയരത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത്. മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു ബനിഹാളിൻ്റെ ഒരു എപ്പിസോഡ് കാണിച്ചിരുന്നു, ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ്റെ എപ്പിസോഡ്. ഇത് മറ്റേ പകൽ മാത്രം ഓടുന്ന ട്രെയിനാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഉണ്ടല്ലേ നമ്മളെ മഞ്ഞ ബോർഡിൽ അതാ കാണുന്ന ബനിഹാൾന്ന്. മുമ്പ് ഇതുവരെ ഞാൻ പറഞ്ഞില്ല, മുമ്പ് ഇതുവരെ ട്രെയിൻ ഉണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടേക്കല്ല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇപ്പൊ ശങ്കൽദാൻ അവിടേക്ക് ഈ ട്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വന്ദേ ഭാരത് കട്ടറിൽ നിന്ന് മാത്രമേ ഉള്ളൂ പുറപ്പെടുന്നത്. അതേപോലെ പിന്നെ ബാരാമുല്ല ടു ശങ്കൽദാൻ എല്ലാ ട്രെയിനിലുള്ള കുറച്ച് ട്രെയിനുകൾ അങ്ങനെ ഓടുന്നുണ്ട്. പിന്നെ കൂടുതൽ ട്രെയിനും ബാരാമുല്ല എന്നുള്ളത് ബനിഹാൾ വരെ ഓടുന്ന ട്രെയിനാണ്. വേറെ 2 സർവീസ് മാത്രമേ ഉള്ളൂ ശങ്കൽദാനക്ക് ഉള്ളത്. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ. ഇതുവരെ നമുക്ക് ടണലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യാത്ര എപ്പോഴും ഒരു ഗുഹൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആയിട്ടിരുന്നു ഫീലിംഗിൽ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ശ്രീനഗറിലേക്കുള്ള യാത്ര കംപ്ലീറ്റ് ഓപ്പൺ സ്ഥലത്ത് കൂടെ ഉള്ളത്. ഒരു ചെറിയൊരു ടണല് മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗത്തുള്ളത്. പീർപഞ്ചൽ ടണൽ എന്ന് പറഞ്ഞൊരു ടണലുണ്ട്, അത് മാത്രമേ ഉള്ളത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് വഴിക്ക് വരുന്ന സമയത്തും ഈ ബനിഹാൾ വരെയാണ് കൊല്ലി കാര്യങ്ങളൊക്കെ ഉള്ളത്. ബനിഹാളിൽ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ നല്ല സമതല പ്രദേശവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഉഷാർ റോഡും കാര്യങ്ങളൊക്കെയാണ്. കൊല്ലി കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് പുറത്തെ പ്രകൃതി ഭംഗി കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇനി ശ്രീനഗറിലേക്ക് എത്താം. ഇതാണ് ജമ്മു ശ്രീനഗർ ഹൈവേ റോഡ്, NH റോഡ്. ഇതാണ് അതിൻ്റെ മുകളിൽ കൂടി ഇപ്പം നമ്മൾ ട്രെയിന് പോകുന്നത്. മഴ ആയിട്ട് ഇവിടെയൊക്കെ ആകെ ഒരു മൂടിയിട്ടും മേയൊക്കെ ഇറങ്ങി നിൽക്കുന്നില്ല. നല്ല കാലാവസ്ഥ, നല്ലൊരു ഇരുണ്ട കാലാവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ഗ്ലാസുമലൊക്കെ
പിന്നെ മഴത്തുള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കൃഷികൾ ഇതാ ഇവിടൊക്കെ കൃഷിയുണ്ടല്ലേ. भारतीय रेल श्री माता वैष्णो देवी कटरा श्रीनगर वंदे भारत एक्सप्रेस में बानीहाल स्टेशन से आने वाले सभी यात्रियों ഇതാണ് പീർ പഞ്ചൽ റെയിൽവേ ടണൽ എന്നാ പറയാ. 11.215 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളമുള്ളത്. കത്ര ശ്രീനഗർ റൂട്ടില് ബനിഹാൾ വരെ ടണലുകളാണ്. ബനിഹാളിൽ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ ബാരാമുല്ല റൂട്ടാണ്. അവിടെയാണ് പിന്നെ ടണലുകളൊന്നും ഇല്ലാതെ ചില സ്ഥലങ്ങളൊക്കെ കാണുന്ന കാഴ്ച. അതാണ് ഈ ഒരു ഭാഗം തന്നെ. അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട്. बारिश आ जाएगी तो करना क्या है, अपना तो नुकसान ही जाएगा। टिकट इसलिए हमको ठहरना ही ठहरना, होटल से पड़े रहेंगे। മഴ പെയ്തിട്ടോ കാറ്റടിച്ചിട്ടോ ഉണ്ടല്ലേ കുഴിഞ്ഞു വയ്ക്കുന്നു. क्या चीज़ है, धान है ना, चावल है ना, तो बैठ गया मजबूत रहते हमारे को। अगर इतना हो गया ഇതൊക്കെ ആപ്പിൾ തോട്ടണ്ടല്ലേ. കാഴ്ചക്കുണ്ട് ग्रीन एप्पल जबड़े ഉണ്ട്. किसी का जमीन नहीं होगा ना, ऐसे कोई तोड़ के खा नहीं सकता। स्ट्रॉबेरी में डजन എന്താ പറയാ पीर उतना मतलब ये भी बहुत ऊपर है। मैं नहीं कह रहा हूँ इससे ज़्यादा, ये तो जो है ये मतलब ये भी बहुत ऊपर है। हम लोग जहाँ पे है ना, दिल्ली सबसे बड़ा है, राजस्थान से भी बड़ा है। उत्तर प्रदेश भारत में बहुत बड़ा राजस्थान है। जहाँ रेगिस्तान होगा, रेगिस्तान लेके होगा राजस्थान। आबादी वहाँ पे उतना नहीं है, पर കംപ്ലീറ്റ് കൃഷിത്തോട്ടങ്ങളാ. ബസുമതി റൈസിന്റെ ഒരു ഏരിയ ആണ് ഇവിടെ. സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇതൊക്കെ കൊഴിയും, പിന്നെ വിളവെടുപ്പ് കഴിയും. പിന്നെ ഇവിടെ നമ്മുടെ കടുക് കൃഷി നടത്തും. പിന്നെ ആപ്പിൾ തോട്ടങ്ങളും വാൾനട്ട് മരങ്ങളും ഒക്കെ ഉള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം. പെഹൽഗാം ഏരിയ കൂടി ഇപ്പം നമ്മൾ പോകുന്നത്. അനന്തനാഗ് ജില്ലയിലാണ് പെഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒന്നും നിർത്തൂല. പിന്നെ വില്ലോ വുഡ്, നമ്മളെ ക്രിക്കറ്റ് ബാറ്റിന്റെ മരങ്ങളാണ് പിന്നെ ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഗ്രാമീണ നിവാസികൾ താമസിക്കുന്ന ഏരിയ ആണ്. പിന്നെ ഇവിടെ പാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പാമ്പൂറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, പാമ്പൂരിലാണ് നമ്മുടെ കുങ്കുമം ഉണ്ടാവുന്നത്. ഇത് കഞ്ചാവാണ് ഈ കാണുന്നത്, ഉണ്ടല്ലേ. ഈ റോഡ് സൈഡുകളിൽ ഇഷ്ടംപോലെ കഞ്ചാവ് ഉള്ള സ്ഥലമാണ് ഈ ഒരു ഭാഗം. ഇവിടെയുള്ള ആളുകളൊന്നും അത് ഉപയോഗിക്കല്ല. ഞാൻ മുമ്പേ തന്നെ ജമ്മു ശ്രീനഗർ എന്ന് മുമ്പ് ദിവസം കാണിച്ചു തന്നില്ലേ, ഇതാണ് ആ കഞ്ചാവ് മരം. ഇവിടെയൊക്കെ കംപ്ലീറ്റ് കൃഷിത്തോട്ടങ്ങളാണ്. പാടം
പച്ച കളറിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു ഒക്ടോബർ കഴിഞ്ഞാൽ പിന്നെ ഇത് കംപ്ലീറ്റ് തരിശായി കിടക്കും. പിന്നെ ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് കടുക് കൃഷിയാവും. ഈ ഒരു ഏരിയയിൽ പിന്നെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വിറ്റ്സർലാൻഡിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയാണ്. കംപ്ലീറ്റ് ഐസൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി കണ്ടാൽ നമ്മൾ സ്വിറ്റ്സർലാൻഡിലൂടെയുള്ള യാത്രയാണെന്ന് തോന്നും. അത്രക്കും നല്ല സൂപ്പർ പിന്നെ ഐസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ള കാഴ്ച കണ്ടിട്ട് പോവാം. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നല്ല അടിപൊളി കാഴ്ചയാണ്. ഇവിടെ കംപ്ലീറ്റ് ഉണ്ട്. ഇപ്പൊ പച്ച കളറിൽ, ഇനി വൈറ്റ് കളറിലായിരിക്കും ഞാൻ പറഞ്ഞ ആ മാസങ്ങളിൽ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ. पंजाब में भी ऐसे दहरा खाने के लिए मतलब पैदा ही नहीं होता है, होता है 20 कुंटल 30 कुंटल 40 कुंटल ऐसे होता है। अपना सारा सामान अपने साथ ले जाना न भूलें। Please remember, hold your belongings with you. शेयरिंग के साथ यात्रा करने के लिए आपका അപ്പൊ നമ്മളെ ട്രെയിന് ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പുറത്തിറക്കണം. ഇവിടെ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്ദേ ഭാരതിനുള്ള സ്ഥലം. 3-ാമത്തേലാണ് വരേണ്ടത്. പിന്നെ അവിടുന്ന് നമ്മൾ എസ്കലേറ്റർ കയറിയിട്ട് 1-ലേക്ക് ഇറക്കണം. ആ കാണുന്നതാണ് 1-ാം ഭാഗം. ഇവിടെ ഈ ഒരു 3-ലാണ് ഇത് വന്ന് നിൽക്കുക. അപ്പൊ ഇനി ഇവിടുന്ന് പുറത്തേക്ക് കിടക്കണം. പുറത്തേക്ക് വന്നില്ല, ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് എസ്കലേറ്ററിൽ കയറിയിട്ട് അങ്ങോട്ട് പോകണം. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി ഉള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു എപ്പിസോഡ് ഇറക്കിയിരുന്നു, ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ എപ്പിസോഡ്. നമ്മുടെ സുഹൃത്തുക്കൾ പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ, മുമ്പ് പരിചയപ്പെട്ടിട്ട് അങ്ങനെ എടുത്ത വീഡിയോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ആ കണ്ടത്. ഇത് 1-ാമത്തെ പ്ലാറ്റ്ഫോം. അങ്ങ് വന്ദേ ഭാരത് നിർത്തിയിട്ടുള്ളത് 3-ല്. അപ്പൊ ഇനി ഇതിലേ അങ്ങോട്ടേക്ക് ഇനി പുറത്തേക്ക് കടക്കണം. ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ പുറംഭാഗം. ഇവിടെ പാർക്കിംഗ് ഏരിയയിലുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ശ്രീനഗർ സിറ്റിയിലേക്ക് ഒരു 8 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെയിൻ റോഡിലേക്ക് എത്തും. ഇപ്പൊ നമ്മള് സ്റ്റേഷനിൽ വിട്ടിട്ട് വന്ന് ഇതാണ് മെയിൻ റോഡ്. ഇവിടുന്ന് ഏകദേശം ഒരു 3/4 കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് സ്റ്റേഷനിലേക്കുണ്ട്. അപ്പൊ ശ്രീനഗർ സിറ്റിയിൽ, ശ്രീനഗർ പെട്ട തന്നെയാണ്, ഈ സിറ്റീൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇപ്പൊ രാത്രി അയക്കുന്നത് നമ്മുടെ ഹോട്ടലിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള്
ഹോട്ടലിൽ 3 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഫ്രഷായി കുളിച്ച്, ഇതാണ് നമ്മളുടെ ബെഡ്റൂം. ഇനി ഇവിടുന്ന് ഡിന്നർ കഴിക്കണം. ഇവിടെയാണ് നമ്മളുടെ ഡൈനിങ് ഹാള്. അപ്പൊ ഇനി ഇവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് ഒന്ന് നല്ല സൂപ്പറായിട്ടൊന്ന് ഉറങ്ങണം. ഇതുവരെ കുലുങ്ങി ഉറങ്ങിയിട്ടുള്ള യാത്രയാണ് 3 ദിവസം 3 രാത്രിയാണ് എടുത്ത്. സലാഡ് ഉണ്ട്, ഇവരുടെ കാശ്മീരികളുടെ ബസുമതി റൈസ് ഉണ്ട്, പിന്നെ വേറൊരു വെജിറ്റബിൾ കറി ഉണ്ട്, ഇതൊരു വേറൊരു വെജിറ്റബിൾ കറിയാണ്, ഇതും കറി തന്നെയാണ്, ചപ്പാത്തി ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്. അപ്പൊ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.